ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. രണ്ടാഴ്ച നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ടാണ് ഇനി ഡെയിലി വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട്. കിച്ചൺ ഗൈഡ് മാറ്റി പൊന്നും മിന്നും വ്ളോഗ് ആൻഡ് റെസിപ്പീസ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പായസത്തിന് ആവശ്യമായ 10 ലിറ്റർ പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട്, കിസ്മിസ്, സേമിയ എടുത്തിട്ടുണ്ട്. 2 പാക്കറ്റ് സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം കാഷ്യൂനട്ടും കിസ്മിസും ഞാൻ കുറച്ച് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് നമ്മുടെ സേമിയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും കുറച്ച് നെയ്യിൽ സേമിയ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. അപ്പോൾ നമ്മുടെ സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കാം. 10 ലിറ്റർ പാൽ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ലിറ്റർ പാലിന് ഒരു 3-4 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് അട എടുത്ത് 1 ലിറ്റർ പാലിൽ 5 ഏലക്കായ ഇട്ട്, ഒരു പാക്കറ്റ് അടയാണ്, ഒന്ന് വേവിച്ചെടുക്കുക. ഒരു പാക്കറ്റ് അട 1 ലിറ്റർ പാലിൽ 5 ഏലക്കായും കൂടി ഇട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു ഹാഫ് വേവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ പായസത്തിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയ മാത്രം ഇട്ടും പായസം ഉണ്ടാക്കാം, അട മാത്രം ഇട്ടും പായസം ഉണ്ടാക്കാം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിലോട്ട് ഞാനൊരു 2.5 കിലോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ പായസം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഒരു 500 ഗ്രാമിൻ്റെ ഒരു ടിൻ മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഏലക്ക പൊടിയും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും കൂടി പായസത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കാം. നമ്മുടെ പായസം തണുത്ത് ഞാൻ ചെറിയ ചെറിയ പാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് അയൽവക്കത്തും ഫാമിലിക്കും ഒക്കെ കൊടുക്കാനാണ് ചെറിയ ചെറിയ പാക്കറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാവർക്കും കൊടുക്കണം. ഇനി ഒരു കവറിൽ 2 കപ്പ് വീതമാണ് പായസം ഒഴിച്ചിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.